അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രവാചകൻ കാരുണ്യത്തിൻ്റെ തിരുദൂതർ. നമുക്കറിയാം, ഒരുപാട് ഇസ്ലാമിനെ വിമർശിക്കുന്ന, പ്രവാചകൻ സ്വല്ലല്ലാഹു വിമർശിക്കുന്ന, ചാനലുകളിൽ ചർച്ചകൾ വരെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. പലരും പ്രവാചകനെക്കുറിച്ചും ദീനിനെക്കുറിച്ചൊക്കെ പറയുന്ന അങ്ങനെയുള്ള ആളുകൾക്ക് പോലും കാരുണ്യവാനായിക്കൊണ്ടാണ് പ്രവാചകൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. പ്രവാചകരെ അങ്ങേ നാം ലോകർക്ക് മുഴുവനും കാരുണ്യവാനായിക്കൊണ്ടാണ് നിയോഗിച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എങ്ങനെയാണ് നിഷേധികൾക്ക് പോലും പ്രവാചകൻ കാരുണ്യമാകുക? ഇന്ന് നമ്മൾ കാണുന്ന ഏതൊരു നന്മയും നമ്മൾ എടുത്തു നോക്കുക. ഒരു പൊതുപ്രവർത്തനം, അതുപോലെ പരസ്പരം സഹായിക്കൽ, പരസ്പരം അയൽപക്ക ബന്ധം, കുടുംബ ബന്ധം, ഭാര്യ ഭർത്ത ബന്ധം, അങ്ങനെ തുടങ്ങി നല്ല നല്ല ബന്ധങ്ങൾ, നല്ല നല്ല പുഞ്ചിരി, പരസ്പരം പുഞ്ചിരിക്കുക എന്നത്, അങ്ങനെ തുടങ്ങി എല്ലാ നന്മയുടെയും ഒരംശം അത് തുടക്കം അതിൻ്റെ പ്രവാചകനിൽ നിന്നാണ്. ആ പ്രവാചകൻ വരുന്ന സമയത്ത് എന്തായിരുന്നു അവിടുത്തെ അവസ്ഥ? ജീവനോടെ പെൺകുട്ടികളെ കുഴിച്ചുമൂടിയിരുന്നു. പലിശ സർവത്രയായിരുന്നു. ഇരട്ടിക്കിരട്ടി പലിശ വാങ്ങിയിരുന്നു. അതേപോലെ മദ്യത്തിൽ അവർ മുങ്ങിക്കുളിച്ചിരുന്നു. അതുപോലെ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി വർഷങ്ങളോളം അവർ യുദ്ധം ചെയ്തിരുന്നു. അങ്ങനെ തുടങ്ങി കടുത്ത, അപ്പോൾ പറയാറുണ്ട്, 6-ാം നൂറ്റാണ്ടിനെ സംബന്ധിച്ച് പറയാറെന്താണ്? 6-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിൽ ജാഹിലിയ കാലഘട്ടം എന്നാണ് പറയാറുള്ളത്. ആ സമയത്താണ് പ്രവാചകൻ വന്ന് അവർക്ക് ഖുർആൻ പറഞ്ഞു കൊടുത്തു. പിന്നീട് ഖുർആൻ പറഞ്ഞു കൊടുത്തു, ഹദീസുകൾ പഠിപ്പിച്ചു കൊടുത്തു പ്രവാചകൻ. അങ്ങനെ 23 വർഷക്കാലം കൊണ്ട് ഏറ്റവും നല്ലൊരു തലമുറയെ വാർത്തെടുത്തു. അങ്ങനെ പെർഫെക്റ്റായ തലമുറ, ഫസ്റ്റ് ബാച്ച് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തലമുറ പൂർണ്ണ, ആ പരീക്ഷ നമുക്കറിയാം, ഒരു പരീക്ഷണമാണ് ദുനിയാവ്. ആ പരീക്ഷണത്തിൽ പൂർണ്ണമായി വിജയിച്ച് സ്വർഗത്തിലെ അവകാശികളായിരുന്നു പിരിഞ്ഞുപോയി. അപ്പോൾ ആ പ്രവാചകൻ വരുന്ന സമയത്ത് അങ്ങനെയായിരുന്നു അവസ്ഥ. പ്രവാചകൻ, ഇപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഒരു വാക്കുണ്ട്, ജാഹിലിയത്ത് അറിയാത്തവൻ ഇസ്ലാം അറിയില്ല. ആ അത്രത്തോളം ഇരുണ്ട ഒരു കാലഘട്ടത്തിൽ ജീവിച്ച് ആ സമയത്താണ് പ്രവാചകൻ്റെ വരവുണ്ടായത്. ഇപ്പം നമുക്കറിയാം, പെൺകുട്ടികളിൽ നിന്ന് ഭ്രൂണഹത്യ പോലുള്ള സംഭവം നടക്കാറുണ്ട്. പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 പെൺകുട്ടികളെ ഒരാൾ വളർത്തി, നല്ല രീതിയിൽ വളർത്തി, വിദ്യാഭ്യാസം നൽകി, നല്ല രീതിയിൽ വിവാഹം ചെയ്തയച്ചു, അവന് സ്വർഗമുണ്ടെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് ചോദിച്ചു, പ്രവാചകരെ 2 ആളാണെങ്കിലോ, 2 പെൺകുട്ടികളാണെങ്കിലോ? പ്രവാചകൻ പറഞ്ഞു, അതെ, 2 പെൺകുട്ടികൾ. അതുകൊണ്ടാണ് പിന്നീട് സഹാബികൾ പെൺകുട്ടികൾക്ക് വേണ്ടി, ആ പെൺകുട്ടികളെ കുഴിച്ചു മൂടിയ ആ ജനത പിന്നീട് പെൺകുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി. മാറ്റം അത്രത്തോളം. മദ്യം നമുക്കറിയാം, മദ്യം നിരോധിച്ച സമയത്ത് നിങ്ങൾ ഉപേക്ഷിക്കുന്നില്ലേ എന്നൊരു ചോദ്യം ചോദിച്ച സമയത്ത് മദ്യത്തിൻ്റെ ഫുള്ള് ഒഴുകുകയാണ് ഉണ്ടായത്. അവിടെ അത്രത്തോളം മാറ്റം സൃഷ്ടിച്ചു. അതുപോലെ ഒട്ടകത്തിൻ്റെ കടിഞ്ഞാണ് ഒരല്പം ഉറക്കെ ഒട്ടകം വരെ വിളിച്ചപ്പോൾ പ്രവാചകൻ പറയാണ്, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ, അതിനോട് അല്പം കരുണ കാണിക്കണേ, അതിനകത്ത് ഉറക്കെ വിളിക്കരുത്. അതുപോലെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഈ മൃഗത്തിൻ്റെ ഒക്കെ ഇങ്ങനെ അടയാളം വെക്കല്ലേ. ഇന്നൊക്കെ നമ്മൾ കാണാറുണ്ട് പലതിൻ്റെ ഇങ്ങനെ ചെവിയൊക്കെ തോട്ടാക്കി ഇതൊക്കെ ഇട്ടിട്ട് അങ്ങനെ പണ്ട് അടയാളം വെക്കാറുണ്ടായിരുന്നു ചൂട് വെച്ചിട്ട്. പ്രവാചകൻ കർശനമായി നിരോധിച്ചു അത്. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ഒട്ടകത്തിൻ്റെ പൂഞ്ഞ്, അവർ ജീവനോടുള്ള പൂഞ്ഞ് ഇങ്ങനെ വെട്ടിയെടുക്കുമായിരുന്നു. അതും പ്രവാചകൻ നിരോധിച്ചു. അതുമാത്രമല്ല, അതിൻ്റെ മുകളിൽ പണ്ട് നമുക്കറിയാം, ഇന്നത്തെ പോലെ കാറും ജീപ്പൊന്നുമില്ല. അപ്പോൾ ഈ ഒട്ടകവും കുതിരയൊക്കെ ആയിരുന്നു വാഹനം. അത് അങ്ങാടിയിൽ നിന്ന് പോകുമ്പോൾ അല്ലെങ്കിൽ യാത്ര കഴിഞ്ഞൊക്കെ വരുമ്പോൾ ആരെങ്കിലും പെട്ടെന്ന് കാണുമ്പോൾ അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് സംസാരിക്കും. പ്രവാചകൻ പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്. അതിൻ്റെ ആ വാഹനത്തിന് നിങ്ങൾ മെമ്പറാക്കരുത്. നിങ്ങളുടെ ഒട്ടകം, നിങ്ങൾ മൃഗത്തെ നിങ്ങൾ മെമ്പറാക്കരുത്. അവിടെ ഇങ്ങനെ ഇരിക്കുന്നു സംസാരിക്കാൻ, അങ്ങനെ എന്ന് ഇറങ്ങണം. അതത്രക്കും നിയമങ്ങൾ പഠിപ്പിച്ചു. ഓരോ വിഷയത്തിലും പ്രവാചകൻ കാണിച്ചു തന്ന കാരുണ്യവും സ്നേഹവും എത്രമാത്രമായിരുന്നു. പ്രവാചകൻ നമുക്ക് ഉത്തമമായ മാതൃക ഉണ്ടെന്ന് വെറുതെ പറഞ്ഞില്ല. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ഏതൊരു മനുഷ്യനാകട്ടെ, ജനിച്ചു വീഴുന്നത് മുതൽ മരണം വരെ പ്രവാചകനിൽ മാതൃകയുണ്ട്. എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത് 23 വർഷം കൊണ്ട് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഓരോ Z കാര്യങ്ങൾ, ഒരു ഭാര്യ ഭർത്ത ബന്ധം, മാതാപിതാക്കളുമായുള്ള ബന്ധം, കുടുംബ ബന്ധം, കുടുംബത്തിലെ സ്വത്തോഹരി വെക്കൽ, അങ്ങനെ മരണശേഷം സ്വത്തോഹരി വെക്കൽ, സദക്കയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ക്രയവിക്രയം, ഭരണം, രാജാവാണെങ്കിൽ എങ്ങനെ ഭരിക്കണം, എങ്ങനെ പ്രജകളോട് പെരുമാറണം, എങ്ങനെ ആയിരിക്കണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും 23 വർഷക്കാലം കൊണ്ട് പ്രവാചകൻ ശാസ്ത്രം നമുക്ക് പഠിപ്പിച്ചു തന്നു. ആ കാരുണ്യത്തിൻ്റെ പ്രവാചകൻ. അതേപോലെ ഇപ്പം ഞാൻ പറഞ്ഞു, നിഷേധികളായ ആളുകൾ പോലും, ഇന്ന് അംഗീകരിക്കാത്ത ആളുകൾ പോലും നാളെ പരലോകത്ത് വെച്ച് പ്രവാചകൻ അംഗീകരിക്കും. കാരണം മശറയിൽ ഇരുപൊരി വെയിലത്ത് നിൽക്കുന്ന സമയത്ത് ഓരോ ആളുകളും അവൻ്റെ ചെയ്ത പ്രവൃത്തിക്കനുസരിച്ച് വേർത്ത് നിൽക്കുന്ന സമയത്ത് പ്രവാചകൻ അപ്പോൾ നിഷേധികൾ, നമുക്കറിയാം, ഒരുപാട് നിഷേധികൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഫിറൗനെ പോലെ, ആമാനെ പോലെ, ഹാറൂനെ പോലെ, അങ്ങനെയുള്ള വലിയ വലിയ നിഷേധികൾ പോലും അന്ന് ആഗ്രഹിച്ചു പോകുന്നു. ശുപാർശക്കെടുത്ത് ഒന്നിക്ക് സ്വർഗം, ഒന്നിക്ക് നരകം, എവിടേക്കെങ്കിലും ഒന്ന് എടുത്തിരുന്നെങ്കിൽ സമയത്ത് എന്ന് വിചാരിക്കുന്ന സമയത്താണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും കാരണവാനായിക്കൊണ്ട് ശുപാർശക്കെടുക്കാൻ വേണ്ടി സുജൂദിൽ വീണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ
നമുക്കറിയാം മക്ക കാലഘട്ടത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട്, വേദനകൾ സഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടുന്ന് മക്കയിൽ നിന്ന് അവർ നാട് വിടേണ്ട അവസരം വന്നപ്പോൾ, അവസ്ഥ വരെ ഉണ്ടായപ്പോൾ തായിഫിലേക്ക് പോയി. തായിഫിൽ പോയിട്ട് അവിടെ നിന്ന് തായിഫിലെ ജനങ്ങൾ സ്വീകരിക്കും, തന്നെ കുടുംബക്കാരിൽപ്പെട്ട ആളുകളുണ്ട് അവിടെ, സ്വീകരിക്കുമെന്ന് വിചാരിച്ചു. അവിടെ പോയപ്പോൾ അവർ എറിഞ്ഞോടിക്കുകയാണ് ചെയ്തത്. അവർ ആശയം സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, അവർ പ്രവാചകനെ ഉപദ്രവിച്ചു, മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചു. ആ സമയത്താണ് ജിബ്രീൽ അലൈഹി സ്വലാമും പർവ്വതങ്ങളെ കാക്കുന്ന മലക്കും വന്ന് ചോദിച്ചു പ്രവാചകരെ, അങ്ങ് സമ്മതിക്കുകയാണെങ്കിൽ അവരുടെ ദേഹത്ത് ഈ പർവ്വതങ്ങളെ കൊണ്ടിട്ടുകൊണ്ട് അവരെ ശിക്ഷിക്കാം. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞായിരുന്നു, എന്നെ പ്രവാചകനെ കാരുണ്യവാനായിട്ടാണ് അയച്ചത്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഒരു തലമുറ, പിന്നീട് വരുന്ന തലമുറ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന തലമുറ അവിടുന്ന് വളർന്നു വരികയാണ്, അതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതെന്ന് പ്രവാചകൻ പറഞ്ഞു. അതുപോലെ മക്കം ഫത്തഹിന് ശേഷം ഈ ഒരുപാട് ആളുകൾ ഓടിപ്പിച്ചു പ്രവാചകനെ, പ്രയാസപ്പെടുത്തി. ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല ദേഹത്തിട്ടു. മകൾ ഫാത്തിമ വന്നിട്ട് പിന്നീട് എടുത്തു മാറ്റിയത്. അത്രക്കും പ്രയാസപ്പെടുത്തി അല്ലേ, ഒരുപാട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രയാസപ്പെടുത്തി, വാക്കുകൊണ്ട് പ്രയാസപ്പെടുത്തി. സാഹിർ എന്ന് പറഞ്ഞു, കള്ളൻ എന്ന് പറഞ്ഞു, പിന്നെ പലതും അവർ പറയുകയുണ്ടായി. കള്ളവാദിയാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പിന്നെ സിഹിർ ഏറ്റിട്ടുണ്ടെന്ന് പറഞ്ഞു, അങ്ങനെ പലതും പറഞ്ഞു. അബൂജഹലിനെ പോലത്തെ കുറേ ശത്രുക്കളുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് മക്ക വിജയിച്ചു വന്ന് ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി തിരിച്ചു വന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് തൻ്റെ ശത്രുക്കൾക്ക് മാപ്പ് നൽകുകയാണ് അവിടെ ചെയ്തത്. പിന്നീട് ഒരുപാട് സന്ദർഭങ്ങളിൽ, ഒരവസരത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് ഒരുപാട് ആളുകളെ വധശിക്ഷയ്ക്ക്, നമുക്കറിയാം രാജ്യദ്രോഹ കുറ്റമൊക്കെ ചെയ്ത ആളുകളെ ഇന്നും നമുക്കറിയാം വധശിക്ഷയ്ക്കാണ് വിധിക്കുക. അങ്ങനെ വിധിച്ച ഒരാളെ കൊണ്ടുവന്നു, ഉസ്മാൻ അള്ളാഹിനെ കൂട്ടിയിട്ട് വന്ന്, ദുന്നൂറൈൻ എന്നറിയപ്പെടുന്ന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കൂട്ടി വന്നപ്പോൾ പ്രവാചകനോട് ചോദിച്ചു, പ്രവാചകരെ, എൻ്റെ മുലകുടി ബന്ധത്തിലുള്ള ഒരു അനുജനാണ്, സഹോദരനാണ്, അദ്ദേഹത്തിന് മാപ്പ് നൽകിയാലും ഇദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാമെന്നൊക്കെ പറഞ്ഞു. പ്രവാചകന് മറഞ്ഞ കാര്യം അറിയില്ല എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണിത്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനം പാലിച്ചു, പൂർണ്ണമായ മൗനം. എല്ലാവരും ഇങ്ങനെ ഉറ്റുനോക്കുകയാണ് പ്രവാചകൻ്റെ മുഖത്തേക്ക്. ഒരുപാട് സമയത്തിന് ശേഷം പ്രവാചകൻ വെറുതെ വിട്ടു, ആ കുറ്റവാളിയെ വെറുതെ വിട്ടു. പിന്നീട് അദ്ദേഹം ഇസ്ലാമിലായിക്കൊണ്ട് ഒരുപാട് കാലം ജീവിച്ച് നല്ല മനുഷ്യനായി മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹം സഹാബിയാണ്. അപ്പോൾ ആ സമയത്ത് സഹാബികൾ ചോദിച്ചു, പ്രവാചകൻ ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കും എന്തുകൊണ്ട് ഇദ്ദേഹത്തെ വധിച്ചില്ല നിങ്ങൾ? കാരണം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളാണല്ലോ. അപ്പോൾ സഹാബികൾ പറഞ്ഞു, പ്രവാചകർ എന്തെങ്കിലും ഒരു ഇഷാറ, ഒരു സിഗ്നലിൽ നിന്ന് നമ്മൾ പറയില്ലേ, കണ്ണുകൊണ്ടോ ആംഗ്യം കൊണ്ടോ, ഒരു ആംഗ്യം എന്തെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ചെയ്യുമായിരുന്നല്ലോ. പ്രവാചകൻ പറഞ്ഞു, ഒരു പ്രവാചകനും യോജിച്ചതല്ല അത്. വായ കൊണ്ടൊന്ന് പറയുകയും ആംഗ്യം കൊണ്ടൊന്ന് കാണിക്കുകയും ചെയ്യുക എന്നത് ഒരു പ്രവാചകനും യോജിച്ചതല്ല. അതേപോലെ ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് മനുഷ്യരോട്, ജീവികളോട് കാണിച്ച കാരുണ്യം. ഒരു അവസരത്തിൽ യാത്രയിൽ തീയിട്ട സമയത്ത് പ്രവാചകൻ തീ അണക്കാൻ വേണ്ടി പറഞ്ഞു, അവിടെ ഉറുമ്പുകളുടെ ഇതുണ്ടായിരുന്നു. അതുപോലെ പക്ഷിക്കുഞ്ഞിനെ കൊണ്ടുവന്ന സമയത്ത് ആ തള്ളക്കുഞ്ഞിനെ തള്ളയെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട്, അവളുടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ബുദ്ധിമുട്ടിച്ച് പ്രയാസപ്പെടുത്തിയത് ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട് പ്രവാചകൻ. ആ കൂട്ടിൽ തന്നെ കൊണ്ടുവെക്കാൻ പറഞ്ഞു ആ കുഞ്ഞുങ്ങളെ. അപ്പോൾ ഡയറക്റ്റായിട്ട് ഇത് പറഞ്ഞാൽ, ഹദീസ് വായിച്ചാൽ നമുക്ക് മനസ്സിലായില്ല, ഒരു പക്ഷിക്കുഞ്ഞിനാണ് പറയുന്നത്. അത്രക്കും കാരുണ്യത്തെക്കുറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചു, ജീവികളോടുള്ള കാരുണ്യം. ഇന്നൊക്കെ നമുക്കറിയാം, ഇന്ന് ഒരുപാട് നമ്മൾ പുരോഗമിച്ചിട്ടുണ്ട്, വളർന്നിട്ടുണ്ടെന്ന് പറയുമ്പോഴും ഓരോ ഇൻഡസ്ട്രിയിലും, കോസ്മെറ്റിക് ഇൻഡസ്ട്രി, അതുപോലെ ജനിതക ഇൻഡസ്ട്രി, അങ്ങനെ ഓരോ മേഖലയിലും ഓരോ വർഷം മില്യൺ കണക്കിന് ജീവികളാണ് കൊന്നൊതുക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തിൻ്റെ പേരിൽ? പരീക്ഷണത്തിന് വിധേയമാക്കിയിട്ട് സൗന്ദര്യ വസ്തുക്കളുടെയൊക്കെ പരീക്ഷണം അവിടെ ജീവികൾ നടത്തുന്നു. പിന്നീട് വാർദ്ധക്യത്തിൽ ഇങ്ങനെ കൈയും കാലില്ലാതെ മോട്ടിയും ഇതായും വാർദ്ധക്യത്തിലും മരണം വരാതെ ജീവിക്കുന്നു, പ്രയാസപ്പെട്ട് ദുഃഖപ്പെട്ട്. അതുപോലെ പിന്നെ ഒരു മരുന്ന് കണ്ടുപിടിച്ചാൽ ആദ്യം പരീക്ഷിക്കുന്നു കുരങ്ങിലും മുയലിലും ആമയിലും, മുയലിലും കുരങ്ങിലും അല്ലെ, പൂച്ചയിലും പട്ടിയിലും, അങ്ങനെ പല ജീവികളിലും പരീക്ഷിച്ച് നോക്കുന്നു, അങ്ങനെ പ്രയാസപ്പെടുത്തുന്നു. അങ്ങനെ ഒരുപാട് ജീവികളെ വലിച്ചു കളയുന്നു. പിന്നെ വ്യത്യസ്തമായ ജീവികളെ, പല രീതിയിലുള്ള ചിറകുള്ള, കാലുള്ള, 3 കാലുള്ള, 2 ചിറകുള്ള, 3 ചിറകുള്ള ജീവികളൊക്കെ വ്യത്യസ്തമായ ജീനുകൾ പരസ്പരം എടുത്ത് കുത്തിവെച്ച് സൃഷ്ടിച്ചിട്ട് അങ്ങനെ പ്രയാസപ്പെടുത്തുന്നു. അതൊക്കെ നമ്മൾ ഇന്നിൻ്റെ ലോകത്ത് കാണുന്നതാണ്. പണ്ട് അവർ ജീവികളോട് കാണിച്ച ഒരു കാരുണ്യത്തിൻ്റെ ഒരു അംശം പോലും ഇന്ന് മനുഷ്യരോട് പോലും കാണിക്കുന്നില്ല എന്നാണ്, പരസ്പരം കാണിക്കുന്നില്ല എന്നാണ് നമ്മൾ കണ്ടുവരുന്നത്. ഓരോ വാർത്തകൾ നമ്മൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും നോക്കുമ്പോഴൊക്കെ നമ്മൾ കണ്ടുവരുന്നതാണ്. എന്നിട്ടും പറയുകയാണ്, നിങ്ങൾ ആ മനുഷ്യനാണോ പിന്തുടരുന്നത്? കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് സാധിക്കട്ടെ.